ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്റ്റീവ് ജോസഫ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ അഗാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ ഇന്നലെ വന്നിട്ട് എൻ്റെ വീഡിയോ പോസ്റ്റ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് കമൻറ്റുകളൊക്കെ വന്നു, ബ്രോ ഒരു വ്ളോഗ് അല്ലെ വ്ളോഗ് ഇട്, അങ്ങനെയൊക്കെയുള്ളൊരു കമൻറ്റ് വന്നായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വ്ളോഗൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇതുകൂടെ കണ്ടപ്പോഴത്തേന് സെറ്റ് എന്നാൽ ഒരു വ്ളോഗ് എടുത്തേക്കാം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. ഇപ്പം സെക്കൻഡ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. ഞാനിപ്പോഴേ എണീറ്റത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. നീ എന്തോ നാക്ക് കടിച്ചിരിക്കുന്നു? കടിക്കല്ലേ എന്നെ. എൻ്റെ കണ്ണ് കണ്ടോ വയസ്സ്? വേറൊരു പൂച്ചയായിട്ട് വഴക്കിട്ട് കണ്ണ് പോയതാ. കുഴപ്പമില്ല, റെഡിയാവും. ഹായ് ഓളപ്പം, ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്കറിയാമല്ലോ ലക്ഷദ്വീപിലാണ്. ഞാനിവിടെ വന്നത് നമ്മുടെ അസ്ലം ബ്രോയുടെ ടൂർസ് ആൻഡ് ട്രാവൽസ്. അതെ, ഞാൻ അങ്ങനെയാണ്. ബെസ്റ്റ് പാക്കേജ്. അവർ ഓൾ വേൾഡ് അവർ ട്രാവലിംഗ് പാക്കേജ് എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാനിവിടെ വന്നത് നമ്മുടെ ഷിയാസ് ബ്രോ ആണ് എൻ്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പോൺസർ വരണം. അതുകൂടാതെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ്, നല്ല പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലക്ഷദ്വീപ് നിങ്ങൾ ലൈഫിൽ വൺ ടൈം വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് വിസിറ്റ് ആണ് ഗൈസ്. കടലിന്റെ നടുവിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ദ്വീപും പിന്നെ കുറേ നല്ല ഭംഗിയായിട്ടുള്ള കടലും ബീച്ചൊക്കെ നല്ല മനുഷ്യർ. അതെ, മെയിനായിട്ട് നല്ല മനുഷ്യർ ഗൈസ്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇവിടെ മോഷണമില്ല, കൊലപാതകമില്ല, പാമ്പില്ല. ഒരു കപ്പിളിനൊക്കെ നല്ല ഹണിമൂൺ ആഘോഷിക്കാം, ഫ്രണ്ട്സുമായിട്ട് വന്ന് ആഘോഷിക്കാം. ആകെ പ്രശ്നം ബോസ് കടലിലിറങ്ങിയിട്ട് അപ്പുറമായിരിക്കും. വീഡിയോയിൽ നമുക്ക് കാണാം ഇന്നലെ ഇറങ്ങാൻ ചെയ്യുന്ന വീഡിയോ. അതെ, ഇന്നലെ വന്നപ്പോൾ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈമിങ് നമ്മുടെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ ഇപ്പം കാലാവസ്ഥ എല്ലാം കറക്റ്റാണ്. എന്തായാലും കടലിൽ ഇറങ്ങും. നാളെ എല്ലാം നാളെ സ്കൂബ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സ്റ്റീവിന്റെ വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഓക്കെ, കാണാം. അപ്പൊ അതാണ് റുഫ്സല്, നമ്മളെ ദീപിന്റെ സ്വന്തം സ്ഥാനക്കാരൻ. ഇന്ന് ക്ലാസ് പോട്ടോ. ഇതാണ് ഷിയാസ് ബ്രോ. ഷിയാസ് പരിചയപ്പെടുത്തു. ഏതായാലും പെട്ടെന്ന് ഷിയാസ് ബ്രോയ്ക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയപ്പോ എന്ത് പറയണമെന്ന് സ്റ്റക്കായി പോയി. അതെ, എനിക്ക് ഒന്നാമത് ക്യാമറ ഫിയർ ഉള്ളതാണ്. ഇതാട്ടോ നമ്മുടെ പൂച്ച. അവന് കണ്ണിനൊരു വേറെ പൂച്ചയായിട്ട് ഫൈറ്റ് ഉണ്ടാക്കി, കണ്ണിനൊരു അടി കിട്ടി. അവനെ മരുന്നൊക്കെ ഇട്ട് കൊടുക്കുക. വൈറ്റമിനൊക്കെ അവന് കൊടുക്കുന്നത്. ഇത് വെടിക്കാരെ നമ്മുടെ ഫുട്ബോളറുമാണ്. മുംബൈ ഇന്ത്യൻസിന് അല്ലെ? മുംബൈ ഇന്ത്യൻസ് സന്തോഷ് ട്രോഫി കളിക്കാരൻ. എന്താ റുഫ്സൽ ബ്രോ എന്തായാലും പറയും. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കടലിൽ ഇറങ്ങാൻ പോവാ. അപ്പം ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും കടലിലും കാണാം. അതെ, ഈ കാണുന്ന ഒരൊറ്റ റോഡ് മാർഗമാണ് ഇവര് പോയി വരുന്നതും എല്ലാം. ഇതവിടെ ഒരു സ്കോർപ്പിയോ പറന്ന് വരുന്നുണ്ട്. ആദ്യമായിട്ടോ ഇത്ര സ്പീഡ് അവിടെ കാണുന്നത്. ഇതെന്തോ അർജന്റാന്ന് തോന്നുന്നു. അതെ, ഇവരാണ് സ്കൂബയുടെ ആൾക്കാര്. അതെ, സ്കൂബയിലെ ചേട്ടൻ അടിപൊളിയായിട്ട് സ്കൂബ ചെയ്യിപ്പിക്കാം. സിബ്രോ, വേറെ എന്താണ് ലക്ഷദ്വീപിനെ കുറിച്ച് പറയാനുള്ളത്? ലക്ഷദ്വീപിനെ കുറിച്ച് പറയാൻ ബാക്കി ഇന്ന് ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മളെ സ്കൂബ ഇന്ന് നമ്മൾ സ്കൂബ ചെയ്തിരിക്കും, അല്ല നാളെ ചെയ്തിരിക്കും. അപ്പൊ ഈ റോഡ് കണ്ടില്ലേ നിങ്ങള്? ഇതിലൂടെ കടല്, നീല കടല്. ഇതിന്റെ ബാക്കിലും കടലാട്ടോ. കാരണം ഈ റോഡ് നേരെ പോകുന്ന എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമുക്ക് മോർണിംഗ് കിട്ടിയില്ല അല്ലേ, സൺറൈസ് കിട്ടിയില്ല. നാളെ രാവിലെ കാണിക്കും. ഞങ്ങളുടെ പ്ലാന് ഇന്നലെ രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ എണീറ്റ് കടലിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കടലിൽ പോയി അങ്ങനെ വിശേഷങ്ങൾ. പക്ഷെ സംഭവം നമ്മള് 3 മണിക്കൊക്കെ എന്തായാലും അവിടെ മീനെ പിടിക്കുന്ന തിരക്കിലേനി. അതിന്റെ വീഡിയോ വേറെ വരും കേട്ടോ. രാത്രി ഫിഷിങ്ങിന് പോയി വന്ന് കിടന്നപ്പോ 3:30 കഴിഞ്ഞു. ഇപ്പോഴാണ് എണീറ്റത്. ഇത് ചെറിയൊരു ഓല മേഞ്ഞ ഒരു കുടിൽ. ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട് അല്ലേ? കഴിച്ചില്ലേ? മറന്നു. ഇവാ പോലും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്
ഗൈസ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ റോഡ്. ഈ റോഡ് വഴിയാണ് ഇത് മതി ഇവർക്കെന്നല്ല, നമുക്ക് ഇവിടെ വഴി പാസ് ചെയ്യാനൊക്കെ ഈ റോഡ് തന്നെ ധാരാളമാണ്. കാരണം സ്പീഡ് കാര്യങ്ങളെല്ലാം ഇവർ വളരെ കുറച്ചാണ് വാഹനങ്ങളെല്ലാം ഓടിക്കുന്നത്, കാറാണേലും ബൈക്കാണേലും. പിന്നെ ഏറ്റവും കൂടുതലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തുരുമ്പ് കയറും, നമ്മുടെ ഉപ്പുകാറ്റ് അടിക്കുന്നത്. പക്ഷെ നമ്മുടെ അവിടുത്തെ ബീച്ച് പോലൊന്നും അധികം ഉപ്പിൻ്റെ ഇതോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നൈസായിട്ട് ഉപ്പുകാറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇവിടുന്ന് കുറച്ച് പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമുക്ക് വീട്ടിലും ഉണ്ട്, പക്ഷെ നമ്മൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വെച്ചു അല്ലേ. ഇവിടെ 2 ഡർഫുള്ളത്, അതിലൊന്നാണത് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ. ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഷിപ്പ് അടിക്കുന്നിടത്തോട്ടും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തോട്ടും എല്ലാം ഈ ഒരു റൂട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നത്. ഈ നാട്ടിലാകെ 3 റോഡേ ഉള്ളൂ. നമ്മളിപ്പോൾ വന്നത് സെൻട്രൽ റോഡ്, ആ റോഡ് എൻഡ് വരെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ വന്നിട്ട് ഈ സൈഡിലേക്ക് വരും. ഈ സൈഡിലൊരു റോഡ്, ഇതേപോലെ തന്നെ മറ്റേ സൈഡിലൊരു റോഡ്, ആകെ 3 റോഡ്. പിന്നെ ഇതിനെ കണക്ടിവിറ്റി ചെയ്തുകൊണ്ട് ചെറിയ കുറച്ച് റോഡുകൾ അവരുടെ വീട്ടിലോട്ട് അവിടെ പോകാൻ വേണ്ടി. കാറല്ല, അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോൾ മൂപ്പരൊരു മോഡിഫിക്കേഷന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റർ ഏത് പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേറ്ററിൽ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ അയാൾ ഒരു മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. റോഡിൻ്റെ 1 മീറ്റർ 2 മീറ്റർ അടുത്തുള്ള എല്ലാ തെങ്ങുകൾക്കും ഈ ഒരു രീതിയിൽ പെയിന്റ് അടിക്കണം എന്നുള്ളത്. രസമുണ്ട്. അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അയാൾ അങ്ങനെ. അതെയാ ലെഫ്റ്റ് കിടക്കുന്ന ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹോസ്പിറ്റൽ. ഒരു ചെറിയ എമർജൻസി ഒക്കെയാണ് ഇവരിവിടെ കാണിക്കും, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണെങ്കിൽ ഇവിടുന്ന് വാക്കേറ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് പോകല്ലേ. അതെ, ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലമെത്തി. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഞങ്ങൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി. ഇവിടുത്തെ 5 സ്റ്റാർ ആണല്ലേ. ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇതേ മ്യൂസിയം ഒന്ന് കയറി കണ്ടിട്ട് വരാം. ഇവിടെ പണ്ട് കൂടുതലും ബുദ്ധന്മാരൊക്കെ ഉണ്ടായിരുന്ന പ്രതിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെ, 100-200 വർഷം മുന്നേ അല്ലേ? 200 വർഷം മുന്നേ, 200 നൂറ്റാണ്ട് അല്ല 2 നൂറ്റാണ്ട് മുമ്പുള്ളവരുടെ താമസിച്ച സ്ഥലം. ഇത് ഒറിജിനൽ സാധനം കേട്ടോ, പീരങ്കി കിട്ടിയതാ. പീരങ്കി വാവ്.
കാണുന്ന മ്യൂസിയം. ഞാൻ വീട് തരാം. അപ്പൊ നമ്മളിതേ ഇത് നമ്മളെ കാലിക്കറ്റ് കൊച്ചി, നമ്മളിപ്പോ ഇവിടെ ഉള്ളത് ജീവ ഈ നോക്കിട്ട് പറയും അകത്തി. അപ്പൊ നമ്മൾ ഇത്രക്കും ലോങ് ആയിട്ടുള്ള ഐലൻഡാണ്. ഈ ബാക്കിയുള്ള ഐലൻഡിന്റെ ഇടയിൽ കൂടെ നമ്മളിവിടെ വന്നേ. ഇത് കവരത്തി, കണ്ടില്ലേ? ഇത് കവരത്തി ഐലൻഡ്. ഇതാണ് ഇതിന്റെ ഹെഡ്. ഇത്രക്കും ഐലൻഡിലാണ് ഇപ്പൊ നിലവിൽ ജനവാസം ഉള്ളത് കേട്ടോ. ഇത് കൽപ്പേനി, ഇത് മിനിക്കോയ്. ഈ മിനിക്കോയ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ മാൽദ്വീപ് വരുന്നത്, മാൽദ്വീപ്സ് വരുന്നത്. മനസ്സിലായില്ലേ? ടോട്ടല് ഇവിടെ എത്ര ഐലൻഡ് ഉണ്ട്? ഇതിപ്പോ ടോട്ടൽ എത്ര? 12 ഐലൻഡ് അല്ലേ? മൊത്തം എത്ര ഐലൻഡ് ഉണ്ട്? ഒരുപാട് 36 ഇതില് ഈ ചത്ലാത്ത് ഐലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 days ഒക്കെ എടുക്കും ചിലപ്പോൾ തിരിച്ച് ഈ ഐലൻഡിൽ എത്താൻ. കാരണം ഈ സൈഡിലൊക്കെ ഫുള്ള് റെപ്സിയാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ കൽപ്പേനി മിനിക്കോയി ശരിക്കും ഇതിന്ന് വിട്ട് പോകേണ്ടേനി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ 9 കിലോമീറ്ററാണ് മാൽദ്വീപ്സ് എന്ന് പറയുന്ന വേറൊരു കൺട്രി വരുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇത്. സുഹൈലി, ഇവിടെ ആൾക്കാർ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഐലൻഡാണ്. അങ്ങനെ താമസമൊന്നുമില്ല അല്ലേ? സുഹൈലിയിൽ താമസിക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ ഐലൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. പിന്നെ പണ്ട് കാലത്ത് സിബ്രോ, പണ്ട് കാലത്ത് ആൾക്കാർ ദീപാവലി യൂസ് ചെയ്തുകൊണ്ട് പക്ഷെ നല്ലൊരു ട്രഡീഷണൽ സ്റ്റൈൽ ഇട്ടത്. ഇപ്പൊ ഫുള്ള് മിഷനറീസ് ആയി. ഇത് പുസ്തകങ്ങള് ഖുറാനൊക്കെ വായിക്കുന്ന ആ ഒരു അതിന്റെ ഒരു എന്താ പറയടാ, ബുക്ക് സ്റ്റാൻഡ്. ഓക്കെ. പിന്നെ ഇതാ കലാൻ പെട്ടി. ഫണ്ടും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ടില്ലേ? അതെ 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 അതെ. തൊടാൻ പറ്റുമല്ലോ. നമ്മുടെ അവിടെ മ്യൂസിയത്തിലാന്ന് ഇതൊന്നും തൊടിയിക്കത്തില്ല. ഇഞ്ചി തല വെച്ചേക്ക കാലനായിരിക്കുന്നു. ഇല്ല, പണ്ട് ഇങ്ങനെ കാട്ടിലൊക്കെ ഉള്ള ഇതൊക്കെ വെച്ച് കാണും. കൊമ്പൊക്കെ തല്ല വെച്ചിട്ടേ. ബെഞ്ച് കണ്ടില്ല, നല്ല സ്റ്റൈല് ബെഞ്ച് അല്ലേ? ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആട്ടോ. അതൊക്കെ അല്ലേ കൈ കൊണ്ട് ചെയ്ത് ഉണ്ടാക്കുന്ന. പായക്കപ്പല് എവിടെയും എത്തുന്ന പോലെ ഉണ്ടാവും. ഇത് നെക്സ്റ്റ് ഇതെന്താണ്? ഭരണി. നമ്മള് വൈനും എല്ലാം കേൾക്കുന്നത്. ഇവിടെ വൈൻ്റെ ആവശ്യമില്ല. ഇവിടെ മദ്യപിക്കാറില്ല. അടക്ക. ഇത് 10,000 അല്ലേ? നമ്മുടെ തറവാട്ടിലൊക്കെ കുറെ ഉണ്ടായിരുന്നു ഗൈസ്. ബുദ്ധിസ്റ്റ്. ഇതാണ് ലക്ഷദ്വീപില് ബുദ്ധിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അതിനുള്ളൊരു തെളിവ് കേട്ടോ. അവരുടെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു ബുദ്ധന്റെ ഹെഡാട്ടോ. ആ ഒരു എന്താ പറയാ സ്റ്റാച്ചുവിന്റെ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എത്ര വർഷം മുമ്പ് കിട്ടിയതാ? ഇതൊരു 10-200 വർഷം അല്ലേ? കുറെ വർഷം, 200 വർഷം മുമ്പ് കണ്ടുപിടിച്ചതാ. ഇവിടെ ഉണ്ടെന്നുള്ള. അപ്പൊ അതിന്റെ കുറച്ച് പ്രതിമകളും മറ്റൊക്കെ ഉണ്ട്. ഇത് ഗൈസ് അന്നത്തെ കാലത്തുള്ള മീസാങ്കല്ലിൻ്റെതാണ്. പിന്നെ ഇത് മറ്റേ നമ്മളെ കിണറിന്റെ കപ്പി. ഇതെന്താ? നക്ഷത്ര തിരിച്ചറി എന്തോ ഉപകരണം കേട്ടോ. നമ്മള് പണ്ടൊക്കെ കടലിൽ പോകുമ്പോ വഴി അറിയാൻ ഇപ്പൊ ഇതൊക്കെ വന്നില്ല നമുക്ക്. ഇത് നോക്കിയിട്ട് നക്ഷത്രം നോക്കിയിട്ട് ഇത് വെച്ചിട്ട് നമ്മള് വഴി ഇതാണ് ദിശ അനുസരിച്ച് നാടനുസരിച്ച് പോകുന്നുണ്ട്. നാട് നോക്കിയിട്ട് ഇത് കണ്ടോ? നമ്മുടെ എന്റെ പേരെന്തായിരുന്നു? വടക്ക് നോക്കി യന്ത്രം. അതുപോലൊക്കെ തന്നെ ഒരു യന്ത്രമായത്. ഇവിടുത്തെ ലൈറ്റ് അല്ല, നമ്മുടെ കണ്ണാടയൊക്കെ ഉണ്ട് നമ്മുടെ ദിശ അനുസരിച്ച് പോകാൻ വേണ്ടി. അതെങ്ങനെ എല്ലാം ഇത് ഭയങ്കര പരിപാടിയാണ്. നമുക്കറിയത്തില്ല ഇത് കറക്റ്റ് ആംഗിളൊക്കെ. ആൾക്കാരെ ബ്രെയിനാണ്. ഇന്നില്ല അത് ആർക്കും. പിന്നെ ഇവിടുത്തെ കുറച്ച് നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട്, ഭംഗിയായിട്ടുള്ള വാളുണ്ട്. ഇത് എത്ര വർഷം പഴക്കം? നല്ല വർഷം പണ്ടത്തെ ഹുജറ പള്ളിത്തെ അല്ലേ? മീറ്റിം പള്ളി, ഷെയ്ഖ് പള്ളി മുതലായ പള്ളികളിൽ റാത്തീബ് എന്ന പരിപാടിയെ ഉപയോഗിച്ചിരുന്ന ആയുധം. അവിടെ മതപരിപാടിക്ക് ഉപയോഗിക്കുന്ന ആയുധം. അപ്പൊ ഇത് വെട്ട് കളിക്കല. മൺകൂടമുണ്ട്, ചെമ്പ്. മണിയല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. പണ്ടത്തെ കാര്യങ്ങളായതുകൊണ്ട് കൂടുതലായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മഷിക്കുപ്പി, പല കളർ മഷി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇനി അവിടെ എന്താ?
ക്യാഷ് ബോക്സ് പൈസ വെക്കാൻ പറ്റും. നമ്മളെ നീരെടുക്കുന്നത് തിരിക്കല്ല് മീരെടുക്കുന്നല്ലേ, തെങ്ങുന്ന് സാധനം എടുക്കുന്നത്. നമ്മുടെ ഇവിടെ കള്ള് ഇവിടുത്തെ മീര എന്ന് പറയും. കാരണം ഇവിടെയുള്ള എല്ലാവരും കുടിക്കും. പൊതുവെ മുസ്ലിംസ് കള്ള് കുടിക്കില്ല. പക്ഷെ ഈ തെങ്ങുമെന്ന് കുടിക്കുന്ന മീര എന്ന് പറയുന്ന സാധനം, കള്ള് കണ്ടില്ലേ, തെങ്ങിൻ കള്ള് മീര, ഇത് എടുക്കുന്ന സാധനം അതെല്ലാവർക്കും കുടിക്കാൻ പറ്റും. ഇഷ്യൂസ് ഒന്നുമില്ല അല്ലേ? മുസ്ലിംസ് ആയാലും കുടിക്കുന്നതല്ലേ മീര? അത് നമ്മൾ വയറൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇവിടെ. വയറ്റിന്ന് പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. മ്യൂസിയം നൈസായിട്ട് കണ്ടത് നമ്മൾ പുറത്ത് കയറാണ്. ഇനി നെക്സ്റ്റ് പരിപാടി കടലിൽ ചാടലാണ് ഗൈസ്. അതെ, ഇനി നമ്മൾ പോയി കടലിൽ ചാടും. മേളിലെന്തോ അവിടെ എന്തെങ്കിലും ഉണ്ട്, നമ്മളെ വിളിക്കുന്നതായിരിക്കും. അതെ, ഇതാ പീരങ്കി. ഇത് ഒറിജിനലാണ്. ഇത് ഇവിടെ ഏതോ ഷിപ്പിൽ നിന്ന് പണ്ടെടുത്ത് ഷിപ്രാക്ക് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കിട്ടിയതാട്ടോ, ഒറിജിനൽ സാധനം കേട്ടോ. ഗൈസ്, നമ്മൾ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, വിട്ടുപോയതല്ല ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇവിടെ ഒരാൾക്ക് വരണമെങ്കിൽ നമ്മളിവിടെ ഒരാൾ സ്പോൺസർ ചെയ്യണം. അവരുടെ സ്വയം റിസ്കിലാണ് നമ്മളെ ഇവിടെ എത്തുന്നതും നമുക്ക് പെർമിറ്റ് കിട്ടുന്നതും. ഒന്നും നമുക്ക് ട്രാവലിംഗ് പെർമിറ്റ് നമുക്ക് വരാം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ഒരു 6 മാസത്തേക്ക് വർക്ക് പെർമിറ്റ് ആയിട്ട് വരാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ, അഥവാ നമുക്ക് ഇവിടെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, റിസ്ക് ആണ്. അതെ, ഇവിടെ വന്നവര് ഇപ്പൊ വെള്ളത്തിൽ കുളിക്കുന്ന ടൈമിലാണെങ്കിലും അവരുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മൂലമായിരിക്കും അവർ മരണപ്പെട്ടിട്ടൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഈ വരുന്ന സ്പോൺസറിന്റെ റിസ്കിലായിരിക്കും നമ്മുടെ ബോഡി അവിടെ നാട്ടിലേക്ക് എത്തുന്നത്. ആ ഒരു സ്പോൺസറിന്റെ ഇതിലായിരിക്കും. പിന്നെ ഇവിടെ കള്ളത്തരം ഒന്നും കാണിച്ച് നമുക്ക് പെട്ടെന്ന് ഇവാക്യുവേഷൻ നടത്തുവാണെങ്കിൽ എന്താ പറയുന്നത്, കറക്റ്റ് വ്യക്തമായ ഒരു പനിയുടെ അടിസ്ഥാനത്തിലൊന്നും അവർ കൊണ്ടുപോകത്തില്ല. ഇവിടുത്തെ നോർമൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകും. അത്ര സീരിയസ് ആണെങ്കിൽ മാത്രമേ അവര് നമ്മളെ എറണാകുളത്തോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് അത് തെറ്റാന്ന് തെളിയുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഫൈനും ഇവര് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത ബീച്ചിൽ കാണാം. കുറെ നേരം ഞാൻ പറയാം ബീച്ചിൽ കാണാം നേരെ ബീച്ചിലേക്ക്. ഓക്കെ, സെൽഫി കൂടി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റ് ഇടണ്ട, മനസ്സിലല്ലേ? ഹെൽമെറ്റിന്റെ ആവശ്യമോ ഫൈനോ കാര്യമൊന്നുമില്ല. ട്രിപ്പിളും പോകാൻ പറ്റില്ല, അതാണ് മനസ്സിലായില്ലേ? ഇവിടെ പിന്നെ എന്ന് പറഞ്ഞാല് ഞാനൊരു കാര്യം പറഞ്ഞില്ല, എനിക്ക് ജീവിതകാലം ഒരുപാട് കാലം ജീവിക്കണം. ഇവിടെ ഒന്നും ആക്സിഡന്റ് ഇല്ല. പ്രായം വന്നിട്ടാണ് ഇവിടെ ആൾക്കാർ കൊലപാതകമില്ല. നാട്ടില് കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ആക്സിഡന്റ്, കൊലപാതകം. ഇവിടെ അതില്ലാത്തോണ്ട് ഒരുപാട് കാലം ജീവിക്കട്ടോ. പിന്നെ നല്ല ഫാസ്റ്റ് ഫുഡൊക്കെ കുറവല്ല. ഇപ്പം ബീച്ചിൽ ചാടാൻ പോവാ, ഓടുവാ. ജെറ്റ് ഇട്ടു, അടി കയറിയോ, ആന്തിയോ? അപ്പൊ നമ്മള് സ്റ്റീവൊക്കെ കടലിൽ കുളിച്ചും കൊണ്ടിരിക്കാണ് ഗൈസ്. ഈ കടല് കണ്ട എനിക്ക് കുളിക്കാൻ തോന്നണേ. പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. നിങ്ങൾ ഇറങ്ങുന്നില്ല? ഇല്ല, ഞാൻ ഇറങ്ങുന്നില്ല. ഞാനേതായാലും ഉച്ച കുളിക്കാം. എന്താ പാട്? നല്ല ഉപ്പില്ലേ? ആദ്യമായി ലക്ഷദ്വീപിന്റെ മണ്ണിൽ വന്ന് വെള്ളത്തിൽ ചാടിയിരിക്കുന്നു. ഞാൻ ജാക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു, ഇവരെന്നെ നിർബന്ധിച്ച് ജാക്കറ്റ് ഇട്ടേ ചാടിക്കത്തുള്ളൂ. അതെ, കണ്ടോ, ജാക്കറ്റ് ഇട്ട് ചാടിയാൽ മതി, സേഫ്റ്റി ഫസ്റ്റ് എന്ന് അവർ പറയുന്നത്. ഓക്കെ, അവരുടെ നിർബന്ധം കാരണം നമ്മൾ ജാക്കറ്റ് ഇട്ട് ചാടാം. സേഫ്റ്റി ഫസ്റ്റ്. Yeah.
ഗൈസ് അപ്പം ഈ ഒരു വീഡിയോയുടെ പാർട്ട് ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പം നെക്സ്റ്റ് പാർട്ടും വരുന്നുണ്ട്. അതെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാം. ഈ വെറൈറ്റി വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.